നീ നോക്കിക്കോ, 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്ത് ഉച്ചകുത്തി. തീർച്ചയായിട്ടും അത് സംഭവിക്കും. കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. എന്റെ ഈ വീഡിയോ തുടങ്ങുമ്പോ നിങ്ങളൊരു വോയിസ് കേട്ടിട്ടുണ്ട്. ആ വോയിസിൽ വളരെ വ്യക്തമായിട്ട് ഒരു നേതാവ് നമ്മുടെ നിലവിലെ കോൺഗ്രസിന്റെ കേരള രാഷ്ട്രീയത്തിലുള്ള സാഹചര്യത്തെ കുറിച്ച് വളരെ നല്ല വ്യക്തമായ രീതിയിൽ പറയുന്നുണ്ട്. ആ പറയുന്ന വ്യക്തി കോൺഗ്രസിന്റെ തന്നെ തിരുവനന്തപുരം DCC പ്രസിഡന്റ് ആണെന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിന്റെ ഗൗരവവും അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിന്റെ ഒരു ആഴവും വർദ്ധിപ്പിക്കുന്നത്. കാരണം ഈ പാലോട് രവി എന്ന് പറയുന്ന ഒരാളുടെ, അതായത് കോൺഗ്രസിന്റെ തന്നെ തിരുവനന്തപുരം DCC പ്രസിഡന്റായ ആളുടെ ശബ്ദമാണ് നിങ്ങൾ കുറച്ചു മുന്നേ കേട്ടത്. ഈ ആള് MLA ആയിട്ട് തന്നെ മത്സരിച്ച് കോൺഗ്രസിന്റെ പാനലിൽ നിന്നും വിജയിച്ചിട്ടുള്ള ആളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പുള്ളിയുടെ ആ വാക്കുകൾ, അതായത് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ഇടയിൽ നിന്നും അല്ലെങ്കിൽ നിലവിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് ശക്തമായ വേരോട്ടമുള്ളതും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്നതും, അതായത് ഒരു പ്രവർത്തകനല്ലാതെ ഒരു സംഘാടകനായിട്ട്, അതായത് ലീഡർ ക്വാളിറ്റിയിൽ തന്നെ ഉള്ള ഒരു നേതാവാണ് ഈ പറയുന്ന പാലോട് രവി. അപ്പൊ ഈ പാലോട് രവി ഒരു സാധാരണ പ്രവർത്തകൻ മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ പല തസ്തികകളിരുന്ന് DCC പ്രസിഡന്റ് അതുപോലെ തന്നെ MLA പോലുള്ള ഒരുപാട് പാർലമെന്ററി രംഗത്ത് പോലും കോൺഗ്രസ് സീറ്റ് കൊടുത്തിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന പാലോട് രവി. അതുകൊണ്ട് തന്നെ പാലോട് രവി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് വയ്ക്കുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ഇത്തരത്തിലുള്ള വാക്കുകളെയും കൂടെ നമുക്ക് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം. കാരണം ഇത് എന്റെ ഭാഷ്യമല്ല, ഇത് കോൺഗ്രസിന്റെ തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിന്റെ ഭാഷ്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതിൽ പുള്ളി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനം 3-ാം സ്ഥാനത്തേക്ക് വരെ പിന്തള്ളപ്പെടാം എന്ന രീതിയിൽ പുള്ളി പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് എനിക്ക് അങ്ങോട്ട് കണക്ട് ആവുന്നില്ല. പുള്ളി പറഞ്ഞ ആ ഒരു രീതിയോട് എനിക്കും അങ്ങോട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല. കാരണം 3-ാം സ്ഥാനത്തേക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തള്ളിപ്പോകുന്നു. പക്ഷേ കോൺഗ്രസിന്റെ നില അത്ര ഭദ്രമല്ല എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. അത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പകൽ പോലെ വെളിച്ചമായ ഒരു വിഷയവുമാണ്. കാരണം ഈ പറയുന്ന പാലോട് രവി ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉള്ളിൽ നടക്കുന്ന, അതായത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്ന ചേരിതിരിവുകളുടെയും വടംവലികളുടെയും സ്ഥാനാർത്ഥി മോഹത്തിന്റെയും മുഖ്യമന്ത്രി കസേരയുടെയും പലതരത്തിലുള്ള വിഷയങ്ങൾ നിഴലിക്കുന്ന ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ് പാലോട് രവി ഈ ഓഡിയോ സന്ദേശത്തിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത്. കാരണം പുള്ളി ഫോക്കസ് ചെയ്തിരിക്കുന്നതും ഒരു തിരുത്തലിന് വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ പക്ഷേ ഈ പുള്ളി മറ്റൊരാളോട് ഈ ഒരു വിഷയം സംസാരിക്കുന്നത് തങ്ങളുടെ പാർട്ടി നിലവിലാവാൻ അനുഭവിക്കുന്ന ഒരു വളരെ ഗുരുതരമായ ഒരു വിഷയത്തെ അവർ രണ്ടുപേരുടെ സ്വകാര്യത ഇടങ്ങളിൽ സംസാരിച്ച ഒരു വിഷയം മറ്റൊരാൾ ടാപ്പ് ചെയ്ത് അത് പുറത്തേക്ക് വിടുന്നു. അത് ഈ പറയുന്ന പാലോട് രവി എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ നേതാവിന്റെ രാഷ്ട്രീയ ഭാവിക്ക് അതിന് എന്തുമാത്രം ദോഷമായി വരുമെന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഒരു തരത്തിലും പ്രസ്താവനകൾ ഇറക്കാതെ തന്നെ കോൺഗ്രസിനകത്ത് ആരെ എപ്പോ വെട്ടാം, ആരെ എങ്ങനെ പുറത്താക്കാം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. കാരണം അതിന്റെ ഒരു തെളിവ് നമുക്ക് ശശി തരൂരിന്റെ വിഷയങ്ങളുമായിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട്. ശശി തരൂർ വളരെ ലൈവായിട്ട് പാർട്ടിക്കെതിരെ പ്രസ്താവനകളൊന്നും നടത്തുന്നില്ലെങ്കിലും എതിർചേരിയിലുള്ള NDAയുടെ ഇപ്പോഴത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ശശി തരൂരുമായി ബന്ധപ്പെട്ടുള്ള കല്ലുകടികൾ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഉള്ളത്. അതിനിടയിലാണ് വളരെ ഒരു എന്താ പറയാ സീരിയസ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഇന്ന് പാലോട് രവി എന്ന് പറയുന്ന നേതാവ് പുറത്തുവിട്ടിട്ടുള്ളത്. ഒരു സാധാരണ അണിയോ ഒരു വാർഡ് ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ലോക്കൽ ഏരിയയിലുള്ള ഒരു നേതാവിന്റെ ഒരു പ്രസ്താവന അല്ല ഇത്. ഒരു എന്താ പറയാ ദേശീയ തലത്തിൽ പോലും സ്വാധീനങ്ങൾ ചെലുത്താൻ സാധിക്കുന്ന, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിന്റെ പ്രസ്താവനയാണ് നമ്മൾ ഇന്ന് പുറത്തു വന്ന് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ വിരൽ ചൂണ്ടുന്നത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള കുറേയേറെ നേതാക്കളുടെയും അവരുടെ ഗ്രൂപ്പ് കളികളുടെയും അവരുടെ ഗ്രൂപ്പിന്റെ ഉള്ളിൽ തന്നെയുള്ള കടുംപിടുത്തത്തിന്റെയും മത്സരത്തിന്റെയും ഒരു വ്യക്തമായ ചിത്രമാണ് ഈ ഓഡിയോ സന്ദേശം വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇലക്ഷൻ 2026 വരാൻ പോകുന്നതിന് മുന്നേ തന്നെ അവരുടെ മെയിൻ ചർച്ചാ പോക്കറ്റുകളിലേക്ക് എത്തുന്നത് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള വിഷയമാണ്. അതിനുവേണ്ടി കുപ്പായം തയ്ക്കുന്ന നേതാക്കളുടെ എണ്ണം വളരെ കുറവല്ല, വളരെ കൂടുതലാണ്. കുറവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കുപ്പായം തച്ചിരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇവർക്കെല്ലാം തന്നെ ഓരോ സെഷനുകളിലായിട്ട്, അതായത് A തൊട്ട് Z വരെ അവർക്ക് ഗ്രൂപ്പ് ഉണ്ട്. ഒരു നേതാവിന്റെ പേരിൽ ആദ്യ അക്ഷരം A ആണെങ്കിൽ അത് A ഗ്രൂപ്പായിട്ടും,
ഇനി ഒരു നേതാവിന്റെ പേര് ബിയിൽ തുടങ്ങുന്നതാണെങ്കിൽ ബി ഗ്രൂപ്പായിട്ടും, ഇനി മറ്റൊരു നേതാവിന്റെ പേര് സി ആണെങ്കിൽ സി, അടുത്തൊരു നേതാവിന്റെ ഇസഡിൽ ഒരു പേര് എവിടെ ഏതെങ്കിലും ഒരു നേതാവിന് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഇസഡ് ഗ്രൂപ്പും കൂടി എവരുടെ രാഷ്ട്രീയത്തിനകത്ത് ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. എവരുടെ ഈ ഗ്രൂപ്പുകളെയും ഈ നേതാക്കൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റും എവരുടെ ഈ അധികാര മോഹവും കൊണ്ട് മാത്രമാണ് 10 കൊല്ലം, ഇപ്പൊ 10ാമത്തെ കൊല്ലം ആവാൻ പോവാണ്, 10 കൊല്ലം അധികാരം പോലും ഇല്ലാതെ ഇവർ പ്രതിപക്ഷത്തിരിക്കേണ്ട സാഹചര്യം വന്നിട്ടുള്ളത്. ഈ ഓഡിയോ മുന്നോട്ട് പോകുന്ന വേളയിൽ ഈ പറയുന്ന പാലോട് രവി തന്നെ പറയുന്നുണ്ട്, മുസ്ലിം സമുദായം, അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷം മാറി മറ്റു പാർട്ടികളിലേക്ക് പോവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരണമില്ലാതെയാണ് കേരളത്തിലുള്ള മുസ്ലിം ലീഗ് നിൽക്കുന്നത്. അത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഇതിൽ പിടിച്ചു നിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. അത് വളരെ വ്യക്തമായിട്ടാണ് പാലോട് രവി അവതരിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെ കോൺഗ്രസിനകത്തുള്ള ഒരു കറക്റ്റ് ദിശാസൂചികയാണ് ഇന്ന് പാലോട് രവി വന്ന് വളരെ വ്യക്തമായിട്ട് മറ്റൊരാളോട് സംവാദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വിഷയമായിട്ട് ഇപ്പോ ഇതിന്റെ ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കളുടെ തരത്തിലുള്ള പ്രസ്താവനകൾ വരാം. കാരണം ഈ പ്രസ്താവനകളെല്ലാം തന്നെ അവരിന് നടത്തുമ്പോൾ ഈ പറഞ്ഞ പാലോട് രവിക്കെതിരായിട്ടുള്ള പ്രസ്താവനകൾ മാത്രമേ അവിടെ നടത്താൻ പാടുള്ളൂ. അപ്പോൾ എന്തായാലും പാലോട് രവി അതിനുള്ള മറുപടിയും അതേ നാണയത്തിൽ തന്നെ കൊടുക്കുമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് പിന്നെയും ഈ പറയുന്ന പ്രശ്നം ഒരു തരി കൂടി കൂടുവാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ഇന്ന് ഇപ്പൊ ഞാൻ രാഷ്ട്രീയ വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് KPCC ഇതിൽ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ടെന്നുള്ള ഒരു വാർത്തയാണ് ഞാൻ ന്യൂസ് ചാനലുകളിൽ നിന്ന് അറിയാൻ സാധിച്ചത്. കാരണം എന്തായാലും പാർട്ടിയെ വളരെയേറെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തുന്ന, പാർട്ടിയെ ഒരുപാട് പ്രഷറിലാക്കുന്ന, ഒരുപാട് സമ്മർദ്ദം കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വിട്ടു കഴിഞ്ഞാൽ എന്തായാലും ഈ പറയുന്ന നേതാവിനെതിരെ അവർക്ക് ഒരു അച്ചടക്ക നടപടിയോ അത്തരത്തിലുള്ള പാർട്ടി തലത്തിലുള്ള എന്തെങ്കിലും ഒരു നടപടി ഈ പുള്ളിക്കെതിരെ എന്തായാലും ഉണ്ടാവും. പക്ഷെ ആ നടപടിക്കപ്പുറം പാലോട് രവി എന്ന് പറയുന്ന നേതാവ് വയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വളരെ ശ്രദ്ധാപൂർവമായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ മറ്റ് കക്ഷികൾ ശ്രദ്ധിക്കുക. അതായത് BJP ആയാലും CPM ആയാലും CPI ആയാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാലോട് രവിക്കെതിരെ ഇനി കോൺഗ്രസ് എന്തെങ്കിലും തരത്തിലൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നെക്സ്റ്റ് മൂവ്മെന്റ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു എതിർചേരി നമ്മുടെ കേരളത്തിലുണ്ട്. ഇവിടെ എന്തായാലും രാഷ്ട്രീയ ചേരികൾ പലതാണെന്നുണ്ടെങ്കിലും പല രൂപങ്ങളാണെങ്കിലും ഈ നേതാക്കൾ തമ്മിലുള്ള ഒരു വ്യക്തിബന്ധം വളരെ വലുതാണ്. അത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കുറച്ച് കൂടുതലാണ്. കാരണം മറ്റൊരു പാർട്ടിയിലെ നേതാവുമായിട്ട് ഇപ്പുറത്തുള്ള ഒരു പാർട്ടിയിലെ നേതാവിനോട് വളരെ നല്ലൊരു ആത്മബന്ധമുണ്ട്. അത് നമ്മുടെ മലയാളികളുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഉടലെടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലേക്ക് അവർക്ക് സംസാരങ്ങൾ ഉണ്ടാവാനും അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും ഒരു നെഗോഷ്യബിൾ ടോക്കിലേക്ക് എത്തുവാനും ഇവിടെ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വിട്ട് കൂടുമാറ്റം വളരെ എളുപ്പം നടക്കുന്നത്. ഒരു കോൺഗ്രസിന്റെ നേതാവായ ഒരു വ്യക്തിയെ വളരെ എളുപ്പം BJPയിലേക്കും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു നേതാവിനെ വളരെ എളുപ്പം മറ്റു പാർട്ടികളിലേക്കും എത്തിക്കാൻ സാധിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവരുടെ ഇടയിലുള്ള ഒരു ആത്മബന്ധം തന്നെയാണ്. ആ ആത്മബന്ധത്തിനകത്ത് ലേശം അധികാരമോഹിയായിട്ടുള്ള ഒരാളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ലേശം അധികാരത്തിന്റെ മോഹം കൂടി അങ്ങോട്ട് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പം അവർക്ക് അവരുടെ അടുത്തേക്ക് അവരെ എത്തിക്കാൻ സാധിക്കും. എന്തായാലും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന 2026 നിയമസഭാ ഇലക്ഷനും വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ആയുധമാണ് എതിർചേരിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും BJPക്കും കിട്ടിയിട്ടുള്ളത്. ഇത് കോൺഗ്രസിന് വളരെയേറെ ദോഷം ചെയ്യുന്ന ഒരു പ്രസ്താവനയും കൂടിയാണെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. എന്തായാലും നമുക്ക് വരും കാലങ്ങളിൽ വരാൻ പോകുന്ന 2026 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും ചൂട് കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഇനി കൊടുമ്പിരി കൊള്ളും. വിഷയങ്ങൾ സങ്കീർണമാകും, വിഷയങ്ങൾ പൊട്ടിത്തെറിക്കും. ആരൊക്കെ എവിടെ നിന്ന് എങ്ങോട്ടൊക്കെ കൂറുമാറുമെന്നും ആരൊക്കെ കൂടുമാറി പലായനം ചെയ്യുമെന്നും ഇനി വരാൻ പോകുന്ന 2026 കേരളം ആര് ഭരിക്കുമെന്നും ഏറെ കൗതുകത്തോടു കൂടിയാണ് രാഷ്ട്രീയ കേരളവും മലയാളികളും വീക്ഷിക്കുന്നത്. എന്തായാലും മറ്റു വിഷയങ്ങളുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.